ആയിരക്കണക്കിന് കുട്ടികൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബാലസംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് കുട്ടികളുടെ ക്ഷേമത്തിനാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ മറ്റ് ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന, കുട്ടികളുടെ അവകാശങ്ങളിൽ ഊന്നിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, കുട്ടികളിൽ ശാസ്ത്രീയ ചിന്താഗതി വളർത്തുന്ന മറ്റൊരു സംഘടന കാണാൻ കഴിയും. നമ്മുടെ മുദ്രാവാക്യം എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പഠിച്ച് ഞങ്ങൾ നല്ലവരാകും, ജയിച്ച് ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരത മണ്ണിൽ സമത്വ സുന്ദര നവലോകം. ഇതാണ് നമ്മുടെ എക്കാലത്തെ മുദ്രാവാക്യം. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം അത് വെച്ച്, നമ്മുടെ പ്രവർത്തനം ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുട്ടികൾ നന്നായി പഠിക്കുക, ഈ സമൂഹത്തെക്കുറിച്ച് അറിയുക, നാട്ടുകാരെ കുറിച്ച് അറിയുക, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അറിയുക. ഈ അറിവൊക്കെ നമ്മൾ സമ്പാദിച്ചുകൊണ്ട് അറിവിൻ്റെ വിവിധ തലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് നമ്മൾ നല്ല ഭാവി പൗരന്മാരായി വളരുകയാണ് ബാലസംഘടിച്ചത്. അതോടൊപ്പം തന്നെ നല്ലൊരു ലോകത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. സമത്വ സുന്ദരമായ ലോകം. മഹാബലിയുടെ ഭരണം നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? മഹാബലി ചക്രവർത്തി ഭരിച്ചതാണ് നമ്മൾ ഇന്നും ചിങ്ങമാസം തിരുവോണമായി നമ്മൾ ആഘോഷിക്കുന്നത്. അത് വലിയൊരു സങ്കല്പമാണ്. ആ സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാടിനെ സമത്വ സുന്ദരമായ ഒരു നാടാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ബാലസംഘ കൂട്ടുകാരെ, വേദിയിലിരിക്കുന്ന ബാലസംഘത്തിന്റെ നേതാക്കന്മാരെ, പരിപാടിയായിരുന്നു കാർണിവൽ ചിറ്റാരി മേഖലാ കമ്മിറ്റി. എന്നാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവരായ പ്രശാന്തിന്റെ വേർപാട് പരിപാടി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ബാലസംഘത്തെ സംബന്ധിച്ചിടത്തോളം 1938 കല്യാശ്ശേരിയിൽ വെച്ച് രൂപീകരിക്കുകയും നമ്മുടെ കേരളത്തിന്റെ മൺമറഞ്ഞു പോയ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് ഇ കെ നായനാർ പ്രസിഡന്റും മൺമറഞ്ഞു പോയ കുഞ്ഞനന്ദൻ നായർ സെക്രട്ടറിയുമായി രൂപീകരിച്ച ദേശീയ ബാലസംഘം തുടർന്ന് ഇങ്ങോട്ട് ദേശാഭിമാനി ബാലസംഘമായും ബാലസംഘമായും ഒക്കെ പ്രവർത്തിച്ചു വരികയാണ്. നമുക്ക് ഏവർക്കും സുപരിചിതനായ സിനിമാ രംഗത്ത് വരുന്നതിന് മുമ്പേ ഈ വേലാശ്വര പ്രദേശത്തുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു ശ്രീകൃഷ്ണൻ. പെരുന്തി എന്ന നാടകത്തിലൂടെ നമ്മളെല്ലാവരെയും ഒരു നാടകം എങ്ങനെയായിരിക്കണമെന്നും അതിലെ കഥാപാത്രത്തെ ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്നുമൊക്കെ കാണിച്ചു കൊടുത്ത ഒരു പ്രഗത്ഭ കലാകാരൻ കൂടിയാണ് നമ്മുടെ കൃഷ്ണൻ. നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ബാലസംഘത്തിന്റെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ശ്രീ പ്രശാന്ത് അടൂട്ട് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ശ്രീ പ്രശാന്ത് ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നതുമാണ്. നമ്മളോടൊപ്പം കളിച്ചും പാട്ടുപാടിയും ഉണ്ടാവേണ്ടിയിരുന്ന പ്രശാന്തിന്റെ വേർപാട് നമ്മളെല്ലാവർക്കും പുരോഗമന പ്രസ്ഥാനത്തിനും നമ്മൾ ഓരോരുത്തർക്കും വരുത്തി വെച്ചിട്ടുള്ള നഷ്ടം വളരെ വലുതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രശാന്തിന്റെ പേരിൽ ഒരു നിമിഷം അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, അനുശോചന സന്ദേശം വായിക്കുന്നതിന് വേണ്ടി വിജയിന്റെ പ്രസിഡന്റായിട്ടുള്ള
ആയിരത്തെ ക്ഷണിക്കുകയാണ്. കണ്ണൂർ സ്കൂൾ ബസ് നൽകി മരണപ്പെട്ട കൂട്ടുകാരി എന്നിവരുടെ ദേഹവിയോഗത്തിൽ പാലസിംഗം അനുശോചനം രേഖപ്പെടുത്തുന്നു. കണ്ണു തുറന്ന് ചിറക് വിരിച്ച് മാനമുട്ട് പറക്കണം. കണ്ണു തുറന്ന് ചിറക് വിരിച്ച് മാനമുട്ട് പറക്കണം. ഒരിക്കൽ കൂടെ കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെ പോലെ ഞാൻ പറക്കുമെന്ന്. ചിറക് വിരിച്ച് കണ്ണു തുറന്ന് മാനമുട്ട് പറക്കണം. കണ്ണിന് കണ്ണായി മാറണം, വിണ്ണിന് വിണ്ണായി തീരണം. കണ്ണിന് കണ്ണായി മാറണം, വിണ്ണിന് വിണ്ണായി തീരണം. കണ്ണിന് കണ്ണായി മാറണം, വിണ്ണിന് വിണ്ണായി തീരണം. ഓർമ്മയുണ്ടാ? ഒരിക്കൽ കൂടെ ഒരുമിച്ച് പാടേനെ. ഏറ്റു പാടണ്ട, ഞാൻ പാടുമ്പോൾ എല്ലാവരും പാടണം. ഗ്യാപ്പില്ല ഇനി. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെ പോലെ ഞാൻ പറക്കുമെന്ന്. കണ്ണു തുറന്ന് ചിറകു വിരിച്ച് മാനമുട്ട് പറക്കണം. കണ്ണിന് കണ്ണായി മാറണം, വിണ്ണിന് വിണ്ണായി തീരണം. പഠിച്ചാ? അദ്ദേഹത്തിന്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിവിധ യൂണിറ്റുകളിലെ കൂട്ടുകാരുടെ കലാപരിപാടികളാണ് നടത്താൻ വേണ്ടി പോകുന്നത്. പാട്ടുകളും കഥകളും അതിനുശേഷം നൃത്തനൃത്യങ്ങൾ യൂണിറ്റിലെ കൂട്ടുകാരുടെ നൃത്തനൃത്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പരിപാടികളിൽ ഇങ്ങനെ സമയം സംസാരിക്കുന്നത് ഇല്ലാതാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊച്ചു കുട്ടികളുടെയല്ല, കൊച്ചു കുട്ടികളിൽ ഇതിൻ്റെ പരിപാടികളിൽ പങ്കെടുത്താൽ ഭാവിയിൽ മുന്നോട്ട് നല്ല കലാകാരന്മാരും കലാകാരികളും ചിത്രകാരന്മാരും അതുപോലെ മറ്റ് സ്പോർട്സ് മേഖലകളിലേക്കാൾ മുന്നേറാൻ വേണ്ടി സാധിക്കും. അത് വെറും ഈ വീട്ടിൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാലും അതായത് നമ്മുടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ചെറിയ കുട്ടികളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കാട്ടിലാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ വയറ് നിറഞ്ഞത് അറിയുന്നില്ല, ഇതിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ കാവ്യത്തിൻ്റെ മുഖ്യാതിഥിയായ ശ്രീഹരി സാറിനെ ഈ എൻ്റെ പേരിൽ അമ്മമാർക്ക് എല്ലാം ഇരിക്കാം, എല്ലാവരും ഇരിക്കാൻ സാധ്യത നിൽക്കുന്ന ഇനി നീ ഒരു ചേച്ചിനെ വിളിച്ചാൽ ഒരു ചേച്ചിനെ ഒരു കണ്ട ഇനിയോ ഇനി ഒരു കുഞ്ഞി നമുക്ക് ഒരു കുഞ്ഞി കേട്ടോ ഒരു സുഖം പറയാം. ആദ്യം ഇവർക്ക് നമുക്ക് ചെറിയൊരു കാര്യം കൊടുത്തു നോക്കാം. ബാലസൻ കൂട്ടുകാരുടെ ഇല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കൂക്കുക. നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് എണീക്കാത്ത നിങ്ങൾക്ക് സങ്കടമായി, അതുകൊണ്ട് ഇവരെ പിടിച്ചു എണീക്കണേ. കേട്ടോ. ചേച്ചിയുടെ പേര് അഞ്ജലി. ചേച്ചിയുടെ പേര് ഒരു 2 മിനിറ്റ് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? എന്നോട് ദേഷ്യം വരുക ഇല്ലല്ല? കേട്ടോ. അഞ്ജലി അല്ലേ? ബിജന. അഞ്ജലി ചേച്ചി. ബിജിനേച്ചി നമുക്ക് ആദ്യം ട്രൈ ചെയ്യാം. ഒരു പരീക്ഷണം മുന്നോട്ട് വന്ന് കേട്ടോ.
ഞാൻ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തിനോ നിങ്ങൾ പഠിക്കില്ലേ അപ്പൊ WH ക്വസ്റ്റ്യൻസ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അങ്ങനെ പറഞ്ഞില്ലേ? ആ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ. എനിക്ക് ഇംഗ്ലീഷ് ഇല്ല കേട്ടോ. അത് എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കണം, നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂക്കണം. റെഡിയാണോ? സിമ്പിളാണ് ക്വസ്റ്റ്യൻ. A+B=2. അതൊന്നും പറയണ്ട, ഞാൻ ചോദിക്കുന്നത് എന്റെ അമ്മയെ കണ്ണുമുഴുവൻ നോക്കണം. ഞാൻ അങ്ങനെ ഒന്നും ചതി ചെയ്യൂല നിങ്ങളോട്. എനക്കെന്നെ സങ്കടമില്ല കേട്ടോ. ഇതാ ഇഷ്ടപ്പെട്ട ഒരു നടനെ മനസ്സിൽ വിചാരിച്ചെങ്കിൽ എസ് പറഞ്ഞേ. എസ് പറഞ്ഞ എന്ത് കൊടുക്കണം? ഇഷ്ടപ്പെട്ടൊരു നടീനെ മനസ്സിൽ വിചാരിച്ചേ. മറ്റേ ജയഭാരതി വിളിച്ച് വിചാരിച്ചിട്ടില്ലേ? ഞാൻ സിനിമ നടി ഈടെ വിചാരിക്കട്ടെ, പിന്നെ നമുക്ക് വിചാരിക്കാം. നമുക്ക് പിന്നെ വിചാരിച്ചാൽ പോലെ ജയഭാരതി ചേച്ചി വിചാരിച്ചോ? എസ് പറഞ്ഞോ? എസ്. ഇഷ്ടപ്പെട്ടൊരു സിനിമ മനസ്സിൽ വിചാരിച്ചേ. ആ സിനിമയിലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമയിലെ ഇഷ്ടപ്പെട്ടൊരു ഗാനം മനസ്സിൽ വിചാരിച്ചു. എസ് ഓർ നോ? വിചാരിച്ചോ? അടുത്തൊരാണെങ്കിൽ പേടിയാവുന്ന വീടുണ്ട്. പിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിൽ വിചാരിച്ച ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? എസ് ഓർ നോ? ഒരു 2 വരി പറയാൻ പറ്റുമോ? പറഞ്ഞൂടെ? 2 വരി പാടി. കൂടെ രണ്ടാളും കൂടെ എല്ലാം അവരും കൂടെ. നിങ്ങൾ കൂടൂലേ? 1 2 3 സ്റ്റാർട്ട്. പഠിക്കോ? മതി ടെൻഷൻ ആയിട്ടോ. സാരില്ല, എന്നാലും വിചാരിച്ചില്ലേ ഒരു പേടിയുണ്ട് ഉഷാറായിട്ട്. ടെൻഷൻ കൊണ്ടോന്നല്ലേ? സാറിന് അടുത്തിട്ട് നമ്മൾ പിടിക്കും. അടുത്ത ഒരു ഭാഗം കൂടെ പാടാനായിട്ട് എത്ര നമുക്ക് ഇടുന്നോ? ഇനി കേട്ടോ, വിളിച്ചിട്ട് കേൾക്കാണ്ട് പോയ കുഞ്ഞൊരു കഥ പറയുന്ന പാട്ടാണിത് കേട്ടോ. അതിന് വായ്ത്താരി ഉണ്ട്. കുഞ്ഞോളെ, ബലൂൺ എടുക്കുന്ന നടക്കുന്ന കുഞ്ഞോളെ, പച്ച കുഞ്ഞി ഡാൻസ് കളിക്കൂലേ എൻ്റെ അപ്പനെ? ഇതിന്റെ വായ്ത്താരി കേട്ടോ. തന്നെ തന്നെ താനെ തന്നെ 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 താനെ തന്നാനെ താനെ തന്നെ തന്നെ താനെ. ഈ വായ്ത്താരി വരുമ്പോ എന്ത് ചെയ്യണം എന്നറിയാം? കൈ പൊന്തിച്ച് കൈ അടിക്കണം. ഒരു ട്രയൽ നോക്കാം നമുക്ക്. അമ്മമാരും ചേച്ചിമാരും എല്ലാവരും കൊടുക്കണേ. തന്നെ തന്നെ താനെ തന്നെ 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 താനെ തന്നാനെ താനെ തന്നെ തന്നെ താനെ. ഓക്കെ, ഈ വായ്ത്താരി വരുമ്പോ കൈ അടിക്കണം. ഒന്നാമത്തെ ശ്രദ്ധിച്ചു കേട്ടോ. വിളിച്ചിട്ട് കേൾക്കാണ്ട് പോകണ നേരത്ത് പേര് മൂക്കുമ്മ 2 കൊടുക്കാൻ തോന്നും. ദീപച്ചിര മൂക്കിലെ മൂക്കുത്തി കണ്ടാലേ തല്ല തോന്നാ തല്ലുവൻ തോന്നിക്കേടോ. തന്നെ തന്നെ താനെ തന്നെ 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 താനെ തന്നാനെ താനെ തന്നെ തന്നെ താനെ തന്നെ തന്നെ താനെ തന്നെ 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 താനെ തന്നാനെ താനെ തന്നെ തന്നെ താനെ. വിളിച്ചിട്ട് കേൾക്കാണ്ട് പോകണ നേരത്തെ മുറുക്കുമ്പ 2 കൊടുക്കാൻ ഒരു മുക്കിയിലെ മുക്കുത്തി കണ്ടാലേ തല്ലുവൻ തോന്നിക്കേടോ. തന്നെ തന്നെ താനെ തന്നെ 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 താനെ തന്നാനെ താനെ തന്നെ തന്നെ താനെ. രക്ഷപ്പെട്ടു ഇല്ലേ? നല്ല തോന്നില്ല, അത്രയുണ്ട്. അടുത്ത് ആ സൗന്ദര്യം ഇല്ലേ? ആ സൗന്ദര്യം ഓരോ നാടക്കടയിൽ പോയി. ഓക്കെ, അടുത്തത്. നമസ്കാരം. ഇങ്ങോട്ട് പേര് സൗമ്യമായ സൗമ്യജിയെ കുറിച്ച് പാടാം നമുക്ക്. പടികൂടെ വിളിച്ചിട്ട് കേൾക്കാണ്ട് പോകണ നേരത്ത് കാതുമ്മ 2 കൊടുക്കാൻ തോന്നും. സൗമ്യജിയുടെ കാതുമെന്നിപ്പോ കമ്മല്. സൗമ്യജിയുടെ കാതിലേ കമ്മല് കണ്ടാല് തല്ലാൻ തോന്നുവാ? തല്ലുവൻ തോന്നില്ലടോ. തന്നെ തന്നെ താനെ തന്നെ 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 താനെ തന്നാനെ താനെ തന്നെ തന്നെ താനെ തന്നെ തന്നെ താനെ തന്നെ 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 താനെ തന്നാനെ താനെ തന്നെ 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 താനെ.
രക്ഷപ്പെട്ടു സോമേച്ചി. സേഫ് സോൺ. ആ പാവ നല്ലൊരു ഭംഗിയുണ്ട്. കുളിച്ചിട്ട് കണ്ടു പോകണ നേരത്ത് അമ്മമ്മരെ കാതുമ്മ വേണ്ട കഴുത്തുമ്മ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. അമ്മമ്മരെ കഴുത്തിയിലേ മാലിയത് കണ്ടാലേ ആരും എടുത്തോണ്ട് എന്നെ പറയാറ്. അമ്മമ്മരെ കഴുത്തിയിലേ മാലിയത് കണ്ടാൽ തല്ലുകണ്ടോന്നില്ലടോ. കുളിച്ചിട്ട് കണ്ടു പോകണ നേരത്ത് അമ്മ പേര് വന്നു രാധ. രാധമ്മേരെ കയ്യുമ്മ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. അമ്മമ്മേരെ കൈമലേ വളയത് കണ്ടാലേ തല്ലുകൊണ്ടോന്നുവാ തല്ലുകൊണ്ടോന്നില്ലടോ. ദീർഘശ്വാസം പഠിക്കാൻ ചോദി ഇങ്ങനത്തെ നിങ്ങൾ നിങ്ങൾ ചിരിച്ചോണ്ട് നമുക്ക് ഒരു ആപ്പ് കുടിച്ചോളൂ കൂടി. വികാരി പെണ്ണുങ്ങൾ കണ്ണുകൾ നിക്കരഞ്ഞു മണിമുത്ത്. ഓടപ്പഴം പോലെ ചേരുള്ള പെണ്ണിന്റെ യോമനപ്പൂമുഖം പാടിടുമ്പോൾ ഓടപ്പഴം പോലെ ചേരുള്ള പെണ്ണിന്റെ യോമനപ്പൂമുഖം പാടിടുമ്പോൾ ഓർമ്മയിലോടി കളിക്കുവാനിക്കുന്ന ഓടനിലാവൻ മനസ്സ് ഓർമ്മയിലോടി കളിക്കുവാനിക്കുന്ന ഓടനിലാവൻ മനസ്സ് നേരെ പടിഞ്ഞാറ സൂര്യൻ പഠിക്കോ മറയണ സൂര്യൻ ഇന്നലെ രാത്രിയിൽ കത്തിക്കടിച്ചോടും സൂര്യൻ തെല്ലുകെട്ടി പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിയുറങ്ങയോ തെല്ലുകെട്ടി പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിയുറങ്ങയോ എന്നെ കാണാനെന്നെക്കാളും ചന്തം പോകും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ ഒന്നില്ലാരും നിന്നെ കാണാനെന്നെക്കാളും ചന്തം പോകും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ ഒന്നില്ലാരും എന്റെ കണക്കനും കണ്ണൂട്ടാണും നിന്റെ കണക്കനും കണ്ണൂട്ടാണ് പിന്നെല്ലാം വെച്ച് നമ്മൾ തമ്മിയെ കണ്ടാമില്ലാലേ പിന്നെല്ലാം വെച്ച് നമ്മൾ തമ്മിയെ കണ്ടാമില്ലാലേ അങ്ങ് വാനത്തോണിലെ തകതകതാത്തിനും തകത്തീരാരാ താത്തിനും തക തകതിനും തക തകതിനും തകത്തീരാര തകതാത്തിനും തകത്തീരാരാ തകതിനും തകത്തീരാരാ താത്തിനും തക തകതിനും തക തകതിനും തകത്തീരാരാ പെണ്ണാളെ താരക പെണ്ണാളെ കതിനാടും കിളിയാളെ താരക പെണ്ണാളെ കതിനാടും കിളിയാളെ അങ്കുരണിക്കിടും മുന്നേ കഴിഞ്ഞാൽ കുര വലിച്ചാട്ട് തകരക
തകതീരാര താത്തിനും തകതകതി എല്ലാരും തകതിനും തകതീരാര തകതാത്തിനും തകതീരാര തകതിനും തകതീരാര താത്തിനും തകതകതിനും തകതകതിനും തകതീരാര ആ ഏ ഓ ഈശപ്പ് ആ എല്ലാവരും വിളിച്ചേ ആ നല്ലൊരു പൂവ് കണ്ടു കണ്ണുനിറഞ്ഞ കണ്ടു നല്ലൊരു പൂവ് കണ്ടു കണ്ണുനിറഞ്ഞ കണ്ടു ആരാധന കരുണീയ കാണുന്നതൊന്നുമല്ല പകൽ മിന്നാമിനൊന്നുമല്ല കാണുന്നതൊന്നുമല്ല പകൽ മിന്നാമിനൊന്നുമല്ല ആരാട്ടുകൾ പതുങ്ങിയ കുട്ടി പഴങ്കഥ തകരകഥാത്തിനും തകത്തിരാര തകരിനും തകത്തിരാര താത്തിനും തകതകതിനും തകതകതിനും തകത്തിരാർ തകരാത്തിനും തകത്തിരാര തകരിനും തകത്തിരാര താത്തിനും തകതകതിനും തകതകതിനും തകത്തിരാര ആ ഏ ഓ ആ ആ ഏ ഓ ആ വട്ടക്കൂട പിടിച്ച് വട്ടക്കൂട ഇതിന്റെ വരി ആയിരിക്കും അറിയാം വട്ടക്കൂട പിടിച്ച് വടിവട്ടത്തിലും കറക്കി വട്ടക്കൂട പിടിച്ച് വടിവട്ടത്തിലും കറക്കി തകരകഥാത്തിനും തകത്തിരാര തകരിയും തകത്തിരാര താത്തിനും തകതകതിയും തകതകതിയും തകത്തിരാര തകതാത്തിനും തകത്തിരാര തകരിയും തകത്തിരാര താത്തിനും തകതകതിയും തകതകതിയും തകത്തിരാര താരക പെണ്ണാളേ മുന്നേ കരിങ്ങാർ കോരവരച്ചാട്ടേ തകതകതാത്തിനും തകത്തിരാര തകരിനും തകത്തിരാര താത്തിനും തകതകതിനും തകതകതിനും തകത്തിരാര തകതാത്തിനും തകത്തിരാര തകരിനും തകത്തിരാര താത്തിനും തകതകതിനും തകതകതിനും തകത്തിരാര ഇഷ്ടായി നന്ദരക്കാവിലേ
ഇത് മാമലമേലെ സ്വർണ്ണമിക്കും പുലരിക്കതിരും പള്ളിത്തേരെ കാടും കളിയും തൊഴിൽ കിടന്ന് തേടി വരുന്ന വെള്ളിത്തേരെ ഇത് മാമലമേലെ സ്വർണ്ണമിക്കും പുലരിക്കതിരും പള്ളിത്തേരെ കാടും കളിയും തൊഴിൽ കിടന്ന് തേടി വരുന്ന വെള്ളിത്തേരെ ഞങ്ങളുടെ വീഡിയോയുടെ വിടുവാക്കുകയാണ്. ഇത്രയും സമയം നമ്മുടെ കൂടെ നിന്ന് ഓരോ ആൾക്കാർക്കും ഭാഷയിൽ സ്നേഹവും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ബാലസംഘത്തിന്റെ ഉസിലുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ പിന്നെ ഈ ഭാഗത്തും ആദ്യമായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ പരിചിതരായ നാടൻ പാട്ട് കലാകാരന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ശ്രീകരി മാഷ് ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ പൊള്ളപ്പായൽ സ്കൂളിലെ കുട്ടികൾ എത്രമാത്രം ഭാഗ്യവാനാണല്ലേ? കാരണം എല്ലാ ദിവസവും ശ്രീകരി മാഷ് ക്ലാസ് വരെ കിട്ടുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള അധ്യാപകരാണ് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ. നമ്മുടെ ബാലസംഘത്തിന്റെ ഇന്നത്തെ കാർണിവലിൽ എന്തുകൊണ്ടും അർത്ഥവത്തായിരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഇത്രയും ഈ സായം സന്ധ്യ ഇത്രയും മനോഹരമാക്കിയ കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ എല്ലാവരെയും സജീവമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ കുട്ടികളെ മാത്രമല്ല നമ്മുടെ രാമേട്ടനൊക്കെ പഴയ കുട്ടിക്കാലത്തേക്ക് പോയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് പണ്ട് ദേശമായ ബാലസംഘത്തിലൊക്കെ പോയ അവസ്ഥയിലാണ് ഇപ്പോൾ രാമേട്ടനൊക്കെ ഇരിക്കുന്നത്. അത്രക്കും സജീവമായിരുന്നു നമ്മുടെ ഈ പരിപാടി. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ പാട്ട് അല്ലെങ്കിൽ ഈ നാടൻപാട്ട് ഇവിടെ നാടൻപാട്ട് എന്ന് പറഞ്ഞുകൂടാ, നാടൻപാട്ട് മാത്രമല്ല സിനിമാ പാട്ട്, നാടൻപാട്ട്, മറ്റെല്ലാ പാട്ടുകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു അവതരണമാണ് ശ്രീകരി മാഷ് ഇവിടെ നടത്തിയത്. അദ്ദേഹത്തിന് ഈ ബാലസംഘം കാർണിവലിന്റെ സംഘാടന സമിതിക്ക് വേണ്ടിയുള്ള അഗൈതമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്.